റെഡിമിക്സ് പ്ലാസ്റ്റർ എന്താണെന്നൊന്ന് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഓഡിയൻസിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിലവിൽ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഇപ്പോൾ പ്ലാസ്റ്ററിങ് എന്നുള്ളൊരു മെത്തേഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് തേപ്പ്. അതെ, തേപ്പ് സാൻഡ് വാങ്ങിക്കുന്നു, പ്ലാസ്റ്ററിങ് സാൻഡ് വാങ്ങിക്കുന്നു, സിമെൻറ്റ് വാങ്ങിക്കുന്നു. ഇത് നമ്മൾ സൈറ്റിലെത്തിച്ച് അവിടെ ഒരു അൺസ്കിൽഡ് ലേബർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു രീതിയാണ് നോർമലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്? ഒരു ബിൽഡിങ്ങിൻ്റെ വാളിൻ്റെ പ്രൊട്ടക്ഷൻ ഇതെല്ലാം വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് വളരെ കൃത്യമായിട്ടുള്ള അളവിലും കൃത്യമായ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്ററിങ് നമുക്ക് സാധ്യമാവുള്ളൂ. ഇങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് നമുക്ക് റെഡിമിക്സ് പ്ലാസ്റ്ററിങ് എന്നുള്ള ഈ കൺസെപ്റ്റിലേക്ക് വരുന്നത്. എല്ലാം ഒരു വിശ്വാസം മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതോ ഒരു പീ സാൻഡിൻ്റെ സപ്ലയറിനെ നമ്മൾ വിശ്വസിക്കുവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നത് ഒരു പരിധി വരെ പ്രോപ്പറാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി. അതിന് പകരം ഫാക്ടറിയുടെ കൺട്രോൾഡ് കണ്ടീഷൻസിൽ നിന്ന് പല പല ചെക്കുകൾ കഴിഞ്ഞിട്ട് ഒരു ബാഗ് രൂപത്തിൽ വരുന്ന ഒരു സാധനമാണെങ്കിൽ അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പീ സാൻഡിൻ്റെയും സിമെൻറ്റിൻ്റെയും അതിൻ്റെ റേഷ്യോയുടെയും അൺസ്കിൽഡ് ലേബറിൻ്റെയും അതിൻ്റെ പുറത്തുള്ളൊരു വിശ്വാസത്തെക്കാളും ഉപരി ആ ഒരു ബ്രാൻഡിൽ വിശ്വാസം അർപ്പിച്ച് പ്രോഡക്റ്റ് ബെറ്റർ ആകുമെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാനുള്ളത്.